കേരള സംസ്ഥാന മന്ത്രിസഭയിൽ ശ്രീ കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പുകൾ CPM മന്ത്രിമാർക്കിടയിൽ വീതം വെച്ചപ്പോൾ പുതുതായി വന്ന OR കേളുവിന് ദേവസ്വം വകുപ്പ് കൊടുക്കാതിരുന്നത് വലിയ വിവാദത്തിന് കാരണമായി. ആദിവാസിയായ അല്ലെങ്കിൽ പട്ടികവർഗക്കാരനായ കേളുവിന് വളരെ പ്രധാനപ്പെട്ട ദേവസ്വം വകുപ്പ് കൊടുക്കുന്നതിൽ CPM വിമുഖത കാണിച്ചു എന്നുള്ളതായിരുന്നു പരാതി. അതൊരു വിവാദമായി മാറി. പക്ഷേ ഇതിനേക്കാൾ ഏറെ പവന്മാർക്ക് വിലയുള്ള മറ്റൊരു ചോദ്യം ഈ വകുപ്പ് പുനർനിർണയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിതാണ്, നമ്മുടെ മന്ത്രി ശ്രീ VN വാസവൻ ഒരു സൂപ്പർ മന്ത്രിയാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു സൂപ്പർ ആവുന്നത്? കേരള മന്ത്രിസഭയിൽ ഒരു രണ്ടാം സ്ഥാനക്കാരന് ഔപചാരികമായിട്ടില്ല. നേരത്തെ UDF സർക്കാർ ഉള്ളപ്പോൾ ലീഗിന്റെ മന്ത്രിക്ക് ഒരു 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 രണ്ടാമനെന്നൊരു പദവി വളരെ അനൗപചാരികമായിട്ടാണെങ്കിലും കൽപ്പിച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ആ പദവി വഹിച്ചു പോകുന്നത്. പക്ഷെ CPM മന്ത്രിസഭയിൽ അല്ലെങ്കിൽ പിണറായി മന്ത്രിസഭയിൽ അതില്ല. പിണറായിയുടെ ഒന്നാം മന്ത്രിസഭയിൽ EP ജയരാജൻ ഞാനാണ് രണ്ടാമൻ എന്ന് മേനി പറഞ്ഞ് നടന്നിരുന്നു. അതുപോലെ തന്നെ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ആരാധകർ പറഞ്ഞു വരുത്തി അദ്ദേഹമാണ് രണ്ടാമനെന്നാണ്. പക്ഷെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ന്റെ സംഘടനാ രീതി നോക്കിയാൽ മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന പദവിയിലേക്കാണ് ഗോവിന്ദ മാഷ് പോയത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നത് മുഖ്യമന്ത്രിയേക്കാൾ താഴെയാണ്. ഇപ്പോഴ് പൊതുചടങ്ങുകളിലൊക്കെ മന്ത്രിമാരായ P രാജീവും KN ബാലഗോപാലും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കും. കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ രണ്ടാം സ്ഥാനക്കാരാണെന്ന് തോന്നിയേക്കാം. അങ്ങനെ ഒരു രണ്ടാം സ്ഥാനക്കാരനെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് നോക്കുമ്പോൾ ഓരോന്ന് സംഭവിക്കുന്നത് കാണുമ്പോൾ VN വാസവനാണ് ഈ മന്ത്രിസഭയിലെ സൂപ്പർ മന്ത്രി എന്ന് അനുദിനം തെളിഞ്ഞു വരികയാണ്. ഭാഗ്യം അഥവാ പിണറായി വിജയൻ എന്ന ഭാഗ്യം ശ്രീ വാസവന്റെ ശിരസിൽ പുതിയ പദവികൾ, പുതിയ കിരീടങ്ങൾ ഒന്നൊന്നായി അണിയിക്കുകയാണ്. നേരത്തെ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ മുൻ നിശ്ചയപ്രകാരം രാജിവെച്ചപ്പോൾ പകരം വന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പ് ന്യായമായും കൊടുക്കേണ്ടതാണ്. പക്ഷെ കൊടുത്തില്ല. കാരണം തുറമുഖ വകുപ്പ് പണ്ടൊരു നിസ്സാര വകുപ്പായിരുന്നു. പക്ഷേ അതിപ്പോൾ ഒരു സുപ്രധാന വകുപ്പാണ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പായിട്ട് മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ, നേരത്തെ കൊച്ചി തുറമുഖം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത അതിന്റെ ഉടമസ്ഥാവകാശത്തിൽ, അതിന്റെ കൈകാര്യ നടത്തിപ്പിലൊക്കെ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട്. അപ്പൊ ആ തുറമുഖം നിലവിൽ വരുന്നതോടെ ആ വകുപ്പിന്റെയും പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ദേവർകോവിൽ പോയപ്പോൾ ഈ സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് അതിസമർത്ഥനായ ഒരു മന്ത്രി വേണം എന്നൊരാഗ്രഹം ശ്രീ പിണറായി വിജയന് ഉണ്ടായത്. അത് നമ്മുടെ ഈ ഗൗതം അദാനിയുമായിട്ടൊക്കെ നേർക്കുനേർ നിന്ന് സംസാരിക്കേണ്ടതാണ്, വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് പ്രാപ്തനായിട്ട് മന്ത്രിസഭയിൽ വാസവനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടന്നപ്പള്ളിക്ക് ആ വകുപ്പ്, തുറമുഖ വകുപ്പ് കൊടുക്കാതെ അത് വാസവന് നൽകുകയാണ് ചെയ്തത്. പകരം വാസവൻ കൈകാര്യം ചെയ്യുന്ന വളരെ തന്ത്രപ്രധാനമായ രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു. കടന്നപ്പള്ളിക്ക് അതിൽ വലിയ അസംതൃപ്തിയൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ ആണ് കയ്യിലുള്ളത്. അതായത് പുരാവസ്തു വകുപ്പും ഒപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പും. ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ്. അപ്പൊ ഇനി തുറമുഖത്തിന്റെ ചുമതല കൂടെ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അന്ന് കടന്നപ്പള്ളിയെ പുരാവസ്തുവാക്കി എന്നൊക്കെ പലരും പരിഹസിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും ചെവി കൊടുക്കാൻ പോയില്ല. അദ്ദേഹം വളരെ സംതൃപ്തനായിട്ട് കിട്ടിയ വകുപ്പുകൾ ഭരിച്ച് പോരുകയാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ വീണ്ടും വാസവന്റെ ഭാഗ്യം തെളിയുകയായിരുന്നു. ദേവസ്വം എന്ന വളരെ സുപ്രധാനമായ വകുപ്പ് അദ്ദേഹത്തിന്റെ ശിരസിൽ ഒരു പുതിയ കിരീടമായി, പുതിയ മാണിക്യമായി വന്ന് ഭവിച്ചു. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. പണ്ടൊക്കെ NSS SNDP ഒക്കെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെയൊക്കെ കാലത്ത് കൂടുതൽ വഴക്കടിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ നിയന്ത്രണം കിട്ടാനായിരുന്നു. അന്ന് കാര്യമായിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം മാത്രമായിരുന്നു. ആ വകുപ്പാണ് ഇപ്പോൾ വാസവന് ലഭിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ പോയപ്പോൾ ഒരു
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ എടുക്കണം എന്നുള്ളത് ആവശ്യമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് വാസവൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ. CPM-നെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് അത് ഇവിടുത്തെ സവർണ വിഭാഗത്തിനൊക്കെ വലിയ താല്പര്യമുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വകുപ്പ് ഒരു പട്ടികജാതിക്കാരന് വരെ കൊടുക്കാം, അവിടെ വരെയുള്ള ഒരു വിപ്ലവം മതി. അതിനപ്പുറത്തേക്ക് ഒരു പട്ടിക വർഗക്കാരന് കൊടുത്ത് പുതിയ വിപ്ലവം ഒന്നും സൃഷ്ടിക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. സത്യം പറഞ്ഞാല് ദേവസ്വം കേളുവിന് അവകാശപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഈ ദേവസ്വം വകുപ്പ് തന്നെ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം നടന്നു പോകുന്നത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. വാസ്തവത്തിൽ ആ ക്ഷേത്രം പണ്ട് മലയരയർ എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹത്തിൻ്റെതായിരുന്നു. പിന്നീട് അവരുടെ കൈവശത്തു നിന്ന് നഷ്ടപ്പെട്ട് പോവുകയാണ് ഉണ്ടായത്. അത് വെച്ചെങ്കിലും ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനമൊക്കെ വന്നപ്പോഴ് നവോത്ഥാന നായകന്മാരതൊക്കെ പറഞ്ഞതാ ഇത് ആദിവാസികളുടെ ക്ഷേത്രമായിരുന്നു എന്നൊക്കെ വാദിച്ചതാണ്. അതൊക്കെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ടെങ്കിലും വാസ്തവത്തിൽ കേളുവിന് ദേവസ്വത്തിന്റെ ചുമതല കൂടെ കൊടുത്തിരുന്നെങ്കിൽ അതൊരു വലിയ സന്ദേശമായി അർത്ഥവത്തായ ഒരു നടപടിയായി മാറുമായിരുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസ് അംഗമായ എൽദോസ് കുന്നപ്പള്ളി വാസവനെ പപ്പയുടെ സ്വന്തം അപ്പൂസ്, പപ്പയുടെ സ്വന്തം വാസവൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ഒരുതരം പരിഹാസമായിരുന്നു അത്. അപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ പോലും ചോദിച്ചു, എങ്ങനെയാണ് വാസവന് ഇത്രയും വകുപ്പുകൾ കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. സാക്ഷാൽ പപ്പയുടെ അനുഗ്രഹാശിസ്സുകൾ പടിപടിയായി നേടിക്കൊണ്ടാണ് വാസവൻ സഖാവ് പാമ്പാടി റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന കസേര വരെ എത്തിയത്. വളരെ സാധാരണ തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വാസവൻ സഖാവ് വരുന്നത്. ITI വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ജയിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര തിട്ടം പോരാ. അദ്ദേഹം മറ്റക്കര ദാമോദരൻ നായർ എന്ന് പറയുന്ന ആളുടെ കള്ളുഷാപ്പിൽ കറി വിളമ്പി കൊടുത്താണ് തുടക്കം എന്നൊക്കെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയാറുണ്ട്. പക്ഷെ അതിൽ ഞാനൊരു കുറ്റം കാണുന്നില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, CPM പോലൊരു പാർട്ടിയിൽ ഇത്തരത്തിൽ വളരെ താഴെ തലത്തിൽ നിൽക്കുന്ന ഒരാള് പടിപടിയായി വളർന്നു വന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിയാകുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അത് CPM-നെ സംബന്ധിച്ചോളം ഭൂഷണമായ ഒരു കാര്യം തന്നെയാണ്. പിന്നീട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പാമ്പാടി ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസ് സെക്രട്ടറി ആവുന്നു. MG കരുണാകരൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമായിരുന്നു ആ യൂണിയൻ. വളരെ പ്രബലനാണ്, മഹാമല്ലനാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കാനുള്ള ചില ശ്രമങ്ങൾ ആരംഭിച്ചു. VN വാസവൻ അതിന്റെ കൂടെ നിന്നു. ഒടുവിൽ കരുണാകരൻ നായർ പുറത്തായി, പാർട്ടിക്കും പുറത്തായി. അങ്ങനെ പാമ്പാടി യൂണിയൻ വാസവന്റെ കയ്യിലായി. മെല്ലെ മെല്ലെ കോട്ടയം പാർട്ടിയും അദ്ദേഹത്തിന്റെ കൈവശമായി. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കഴിവ് തെളിയിച്ചാണ് വാസവൻ മന്ത്രിയാവുകയും മറ്റും ചെയ്തത്. നേരത്തെ സഹകരണ വകുപ്പിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ പരിചയസമ്പത്ത് കാണിക്കണമോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. പിന്നീട് CPM-ല് VS-ഉം പിണറായിയും തമ്മിലുള്ള വലിയ ഗ്രൂപ്പ് വഴക്ക് ഉണ്ടായപ്പോൾ കോട്ടയം ജില്ലയിൽ പിണറായിക്കൊപ്പം നിന്ന നേതാവായിരുന്നു VN വാസവൻ. കോട്ടയത്തെ പാർട്ടിയെ പിണറായിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം. അങ്ങനെയാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. ഒപ്പം പിണറായിയുടെ ഏറ്റവും അടുപ്പം സൗഹൃദം ഉണ്ടായിരുന്ന വൈക്കം വിശ്വൻ അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായിട്ട് നിൽക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പൊരുള്, അതിലെ പിന്നെ രഹസ്യം നമുക്കാർക്കും അറിഞ്ഞുകൂടാം. പക്ഷേ അങ്ങനെ പിണറായിയുടെയും വൈക്കം വിശ്വന്റെയും അനുഗ്രഹത്തോടുകൂടി VN വാസവൻ പാർട്ടിയിലെ ഓരോ പടവുകൾ അങ്ങനെ ചവിട്ടിക്കയറി. ഇളംകുളം സഹകരണ ബാങ്കിലെ അഴിമതി പുറത്തു വന്നപ്പോൾ വാസവൻ പെട്ടുപോയി എന്ന് പലരും കരുതിയതാ. അത് വെച്ച് അദ്ദേഹത്തെ പൂട്ടാൻ VS അച്യുതാനന്ദൻ കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയൻ തക്ക സമയത്ത് ഇടപെട്ടു, വാസവനെ രക്ഷിച്ചു. പിണറായിയുടെ പാദസ്പർശമേറ്റ മണ്ണ് പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞ വാസവനെ എങ്ങനെ പിണറായിക്ക് തള്ളിപ്പറയാനാവും? പാർട്ടിയിലായാലും ഭരണത്തിലായാലും വാസവനെ പോലെ
ഇത്ര ഉയരത്തിൽ എത്തിപ്പെട്ട മറ്റൊരു CPM നേതാവ് കോട്ടയം ജില്ലയിലില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ശ്രീ വാസവൻ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ശ്രീ പിണറായി വിജയൻ എല്ലാറ്റിന്റെയും കാരണഭൂതനായിട്ടിരിക്കുവോളം കാലം അദ്ദേഹത്തിന് ആശങ്കയ്ക്ക് അവകാശമില്ല. പക്ഷെ ഇത്തരണത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM-ന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച VN വാസവനെ ഇപ്പോൾ ഈ പാർട്ടി യോഗങ്ങളിൽ വലിയ തോതിൽ വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന ധനകാര്യ വകുപ്പ് പോലെയുള്ള ചുമതലകൾ ഏൽപ്പിച്ചാൽ അത് സംസ്ഥാനത്തിനും പാർട്ടിക്കും വളരെ നന്നായിരിക്കും.